കരിക്ക് റെഡിയാണ് സാർ. വെരി ഗുഡ് സാർ, ഇതാണോ സാർ കരിക്ക്? അതെ. ഇനി സെല്ലിനകത്തേക്ക് പ്രവേശിച്ച് കാലുകൾ ഇങ്ങനെ അകത്തി നന്നായി കുനിഞ്ഞു നിൽക്കുക. എന്നാലേ കരിക്കിനിരിക്കുമ്പോൾ നല്ല പദം വരും. മര്യാദക്ക് നിന്നില്ലെങ്കിൽ ഈ കരിക്ക് മാറ്റി ഞാൻ ചക്ക കെട്ടി തൂക്കും. മനസ്സിലായോ? എന്ന് ഞാൻ അങ്ങോട്ട് ആയിക്കോട്ടെ, പോയിക്കോളൂ. പോട്ടെ സാർ. സാർ പൊസിഷൻ ഓക്കെ അല്ലേ? ഗുഡ് ബോയ്. അനസേ, എത്ര സോഷ്യൽ ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ ഇടിച്ചാലും അവൻ നല്ലോണം അലറുമ്പോ തുപ്പിലെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവന്റെ മോന്തയ്ക്ക് ഒരു 3 മാസ്ക് വെച്ച് കൊടുത്തേക്ക്. മാസ്ക് ഓക്കെ? സതീശാ തുടങ്ങിക്കോ. സമയം കളയണ്ട. ദുർബലിന്റെ കരച്ചിലല്ലത്. എഴുതാൻ പോലും സതീശ കരിക്ക് മിസ് ചെയ്യല്ലേ? കറക്റ്റ് പൊട്ടുന്നിട്ട് അതല്ലേ കരുക്ക് സത്യം. ഇതാരെ ഗോഡ്സണോ? നിനക്കിപ്പോ കള്ള് കച്ചവടം അല്ലേ? അല്ല സാറേ, ആ 10 രൂപ ഇങ്ങനെ തന്നേക്ക് സാറേ. അനിയഞ്ചക്കന് ഒരിത്തിരി സീനായിട്ടിരിക്കുന്നത്. അനിയനെന്താ സീൻ? അവനും മദ്യമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അവനും വേണ്ടി കൊടുന്നതാ സാറേ. ചുമ്മാ കഥ വിട് ഗോഡ്സാ. നിനക്കിപ്പോ മദ്യ കച്ചവടമാണെന്നും ഈ ടൈമിൽ നീ നന്നായിട്ട് കാശുണ്ടാക്കുന്നുണ്ടെന്നും എനിക്കറിയാം. എന്നാ കേട്ടോ, നിന്റെ കൈ കൊണ്ട് യാനത്തടത്തേക്ക് ഇനി ഒരു തുള്ളി മദ്യം ഒഴുകില്ല. ഒഴുകാൻ ഈ സത്യത്തെ സമ്മതിക്കില്ല. പിന്നെ ഈ കേസ് ദുർബലിന്റെ നില കെട്ടിവെച്ച് രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കണ്ട. നിന്നെ ഞാൻ പൊക്കും ഗോഡ്സാ. പൊക്കിയിട്ടേ പഴയ കണക്ക് അടക്കം ഞാൻ തീർക്കും. ഗോഡ്സാ, നിനക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട് നല്ല ചെന്തെങ്ങിന്റെ കോല. അങ്ങോട്ട് രൂപ 3000 എണ്ണി കൊടുത്തത്. അതിന് ആർക്കൊന്നും അറിയണ്ടല്ലോ. ഞങ്ങളും എന്റെ പൈസയില് അങ്ങനെയൊക്കെ ആയോ സോമിയ? ഒരു തുള്ളി കള്ളോട്ടിട്ട് എത്ര ദിവസം അറിയോ നിനക്ക്? നീ ഒന്ന് അടങ്ങ് സോമിയ. എന്നാ ഞാൻ ഒരു പാട്ട് പാട്ടെ. ആ പാട്. ഹേയ്, കുതിരയ്ക്ക് കുളമ്പടി, കഴുതയ്ക്ക് പുറത്തടി, നടക്കാൻ മെതി. സുമേഷ് 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 അതിൽ നമ്മുടെ പാട്ട് നോക്കുന്നില്ല. കിട്ടിയോന്ന് കുറച്ച് കറിയാണെന്താ സാധനം വന്ന വഴി കണ്ട വേഗം ഒന്ന് ഒഴിക്കണ കപ്പ. ചാവോ മണ്ണാറോ? അവിടെ ഇരിക്കും സാറേ കൂടുതൽ ആൾക്കാർ. മുരിയുടെ ഭാഗത്താ സാറേ? എല്ലാം സെറ്റാണേ. ശരിയായി. ഞാൻ സാറിനെ വിളിച്ചോട്ടെ? ഓ വിളിച്ചോ. ഓക്കെ. അതെ, നാളെ രാവിലെ 10 മണി. 10 മണിക്ക് ഞാൻ അവിടെ എത്തിക്കോളാം. ഓ ശരി. സാർ, സാറിന് വന്ന് ഉദ്ഘാടനം ചെയ്താൽ ആ ഡ്രോൺ പറത്തൽ തുടങ്ങായിരുന്നു. എവിടെ? അവിടെ. അയ്യോ, ഷിബു, എന്ത് വില കൊടുത്തും ഈ കോവിഡിനെ നമ്മൾ തടഞ്ഞിരിക്കണം. കോവിഡ് പ്രോട്ടോക്കോളും സോഷ്യൽ ഡിസ്റ്റൻസും പാലിക്കാത്ത എല്ലാവരെയും പിടിച്ച് ഷിബാകത്തുണ്ട് സാർ. കൊറോണയെ ഉന്മൂലനം ചെയ്തിരിക്കും. വരൂ സാർ. നാളികേരം ഉടക്കണ്ടേ? തേങ്ങയില്ല സാർ. തേങ്ങ ഇല്ലേ? എടുക്കാൻ മറന്നതാ. ഗജാനനം ബോധഗണാതിസേവിതം കവിതം. ഇത് ഞെക്കിയിട്ട് ഇവിടെ ഈ കുറ്റിയോ? ആ കുറ്റി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. അയ്യോ, ഷെയ്ക്കിന്റെ കൊറോണ സാനിറ്റൈസർ. മോനെ, പാടത്തേക്ക് പറപ്പിച്ച് വിട്ടേക്ക്. പാടത്ത് മറിഞ്ഞിരുന്ന് കുടിക്കുന്നവനെയും കളിക്കുന്നവനെയും പെടുക്കുന്നവനെയും എനിക്ക് വേണം. ഓക്കെ? ശരി സാർ. ഗുഡ് ബോയ്. എല്ലാ കവലയിലും കിറുക്കന്മാരാ. ഇതിന് മാത്രം കിറുക്കന്മാര് നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഇന്നാ മനസ്സിലായി. ശരിയാ, ഇന്നലെ മുതൽ അവന്മാര് പാടത്തും പറമ്പിലൊക്കെ ഡ്രോൺ അടിച്ചോണ്ടിരിക്കുക. എപ്പോഴാണോ ഇങ്ങോട്ട് പറഞ്ഞത്? ഇങ്ങോട്ടൊന്നും വരില്ല. ഇവിടെ സേഫ് അല്ലേ സുമേഷ്? സുമേഷ്
സൈക്കിൾ നിർക്കണ്ടേ കൊടുത്തൂടെ എന്റെ കുപ്പി കിട്ടാത്ത പോലെ കൊടുത്ത് വാങ്ങിയതാണ്. അവനെനിക്ക് വേണം. വേറെ ആര് കിട്ടിയില്ലെങ്കിലും അവനെവിടെ ഇരുത്. ഇല്ല സാർ, സ്ലോ മോഷൻ വേണം. എന്ത് മോഷണമായാലും വേണ്ടില്ല, അവനെ പിടിക്കണം. പോലീസിന്റെ ഡ്രോണാണെന്ന് അറിഞ്ഞിട്ടും കുപ്പി എടുക്കാൻ വന്ന അവനെനിക്ക് വേണം. അവന് പിന്നാലെ പോട്ടെ, പിന്നാലെ പോട്ടെ, പിന്നാലെ പോട്ടെ. അവൻ തോറ്റു സാറേ. എനിക്ക് അവന്റെ മുഖം വേണം, മുഖം വേണം. ക്യാമറ തിരിക്ക്, ക്യാമറ തിരിക്ക്. സാറേ ഒന്നുമില്ല മോനെ, ഒന്നുമില്ല. മോള് വിട്ടത്തോണ്ട് നത്തിന്റെ കൈ വറക്കാൻ നോക്കിയ എന്റെ മാത്രല്ല കൂട്ടിന്റെ കൈ അരിഷ്ടത്തിൽ സോഡ വെച്ചടിച്ച ഇന്നലെ അടിച്ചതാ. ഷർട്ട് ഇടാനും മറന്ന് പുല്ല്. അയ്യോ തുമ്പ പറഞ്ഞോ. ആ ഷെഡിയെ നിങ്ങളെന്തോ ഓടിയേ? എടാ സുമേഷേ, നീ വെറുതെ തമാശ കളിക്കല്ലേ. ഇവിടെ നിന്നാ ഡ്രോണ്? ആ അതെ, ഞാനും സൈക്കിൾ ഷോമിയും സാമ്പാറും എല്ലാരും കൂടെ വെള്ളം അടിക്കുമായിരുന്നു പാടത്ത്. അപ്പൊ ഞങ്ങളുടെ പുറകെ കൂടെ പറഞ്ഞു വന്നടാ. അയ്യോ, അതിപ്പോ പോലീസിന്റെ തന്നെയാ. എന്നിട്ടെന്താ, ഒരു റമ്മിന്റെ കുപ്പി എടുത്ത് ഞാൻ പടപടച്ചു. അയ്യോ സുമേഷേ, നീ തീർന്നടാ, തീർന്ന്. എടാ അത് പോലീസിന്റെ ഡ്രോണാ. എടാ അതിന് സെൻസറും ക്യാമറയും മണ്ണാങ്കട്ടയൊക്കെ ഉണ്ടാവും. അവർ നിന്നെ ഫുള്ള് സ്കെച്ച് ചെയ്തിട്ടുണ്ടാവും. ഇനിയിപ്പോ ഞാൻ തീയ നീ ഇനിയിപ്പോ ഒന്നും ചെയ്യണ്ട, ബാക്കിയൊക്കെ അവര് ചെയ്തോളും. അവര് ചെയ്തോളൂന്ന് പറഞ്ഞാ? എടാ നിന്നെ കിട്ടിയ അവർ ഉരുട്ടും, ഉരുട്ടി കൊല്ലും. നീ ആ ക്നാപ്പെടുത്തോണ്ട് അവിടെ പോയേ. ഇനി മേലെ ഇവിടെ വന്നേക്കരുത്. വെറുതെ മനുഷ്യനെ സ്കെച്ച് ചെയ്യാറില്ലടാ സുമേഷേ. വെക്കടാ വാണക്കുറ്റി. സാറേ, എന്നാലും എന്റെ പീറ്ററെ, നമ്മള് പറത്തി വിട്ട സാധനം ഏതോ ഒരുത്തൻ കുപ്പി വെച്ചെറിഞ്ഞിട്ടില്ലേ? ആ പയ്യനവിടെ നിന്ന് കരയുണ്ട്. സാറൊന്ന് വന്നാ അവനോട് ഞാൻ എന്താടാ പറയാ? എന്തെങ്കിലും ഒന്ന്. വാ. ഓനെ കരയല്ലേ, നമുക്കത് കണ്ടുപിടിക്കാം. സാറിനെ കണ്ടറിയാം. സാറിനൊരു ഉണ്ടായി കണ്ടുപിടിക്കാൻ അറിയില്ല. അവര് മനസ്സിലായി. സാറിനറിയോ, ഞാൻ ഈ ഡ്രോൺ വെച്ച് കല്യാണമൊക്കെ പിടിച്ചിട്ടാ സാറേ ജീവിക്കണേ. എന്റെ അമ്മ അടുക്കള പണിയെടുത്ത് വാങ്ങിച്ചെന്നാ സാറേ ഡ്രോണ്. ഞാനിനി എന്തു ചെയ്യും സാറേ? എനിക്ക് വേറൊരു പണിക്ക് പോകാൻ അറിഞ്ഞൂടാ സാറേ. എല്ലാ ജീവിതം മനുമോൻ കരയല്ലേ? മനുമോന്റെ ഡ്രോൺ ഈ ഷിബു സാറ് കണ്ടുപിടിച്ചിരിക്കും. ട്രസ്റ്റ് മീ. പത്തനാപുര രാജാവിന്റെ ക്രൗൺ അടിച്ചു മാറ്റിയവനെ കണ്ടുപിടിച്ചെങ്കിൽ നിന്റെ ഡ്രോൺ എറിഞ്ഞു വീഴ്ത്തിയവനെ ഈ ഷിബു സാർ കണ്ടുപിടിച്ചിരിക്കും. നടന്ന മോൻ ധൈര്യമായിട്ട് വേണ്ടി കയറും. പീറ്ററെ സാർ, വണ്ടി എടുക്കുക. പത്തനാപുരത്തേക്കാണ് സാർ. അല്ല, കോണത്തൂന്ന്. ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്താൽ മതിയായിരുന്നു. അങ്ങോട്ട് തേങ്ങയും ശ്ലോകം ചെല്ലലും. പീറ്ററെ അവിടേക്കാ പോയിട്ടുള്ളത്. അങ്ങോട്ട് വിട്, അങ്ങോട്ട് വിട്. പീറ്ററെ അങ്ങോട്ട് വിടറാ. പറപ്പിച്ചു വിടും സാറേ. മനുമോൻ പറഞ്ഞു കേട്ടില്ലേ? പറപ്പിച്ചു വിട് പീറ്ററെ. വിട്ടു സാർ.